പാർട്ടിയിൽ പിന്നിൽ നിന്ന് കുത്തുന്നവരെ തനിക്കറിയാമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മനുഷ്യത്വമുള്ളവർ കൂടെ നിൽക്കും. അധ്യക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ ഉണ്ടായ നേട്ടങ്ങളും പ്രവർത്തനങ്ങളുടെ രത്നച്ചുരുക്കവും ഹൈക്കമാൻഡിനെ അറിയിക്കും. പാർട്ടി ആവശ്യപ്പെട്ടാൽ രാജിവെക്കുമെന്നും മുഖ്യമന്ത്രിയാകാനില്ലെന്ന് താനും സതീശനും ഒരുമിച്ച് പറഞ്ഞതാണെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. ശശി തരൂർ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചു വന്നിട്ടുണ്ട്. അല്ല, പിന്തുണ അത് ശശി തരൂരിന്റെ മനസ്സിലെ അദ്ദേഹത്തിന്റെ താല്പര്യം, അദ്ദേഹത്തിന്റെ ആഗ്രഹവും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും. ഇതിൻ്റെ അകത്ത് ഞാൻ ഇതൊന്നും നോക്കിയിട്ടല്ല നിൽക്കുന്നത്. എനിക്കിതിനെക്കുറിച്ചൊരു വറീസുമില്ല. ഹൈക്കമാൻഡിന്റെ തീരുമാനം എതിരാണെങ്കിൽ ഈ സാഹചര്യങ്ങളെല്ലാം 100% തലകുനിച്ച് പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ച് ഞാൻ ഇറങ്ങി വരും. സാഹചര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ നേട്ടങ്ങളെല്ലാം പറയൂ. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ പ്രവർത്തനത്തിന്റെ ഒരു രത്ന ചുരുക്കം ഞാൻ മീറ്റിങ്ങിൽ സംസാരിക്കും. അത് ഞങ്ങൾ ഒരുപാട് സംഘടനാ രംഗത്ത് കേരളത്തിലെ കോൺഗ്രസ് KPCC കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ചെയ്തതുപോലെ ഒരു പ്രവർത്തനം ഇന്ത്യയിലെ ഒരു ജില്ലയിലില്ല, ഒരു സംസ്ഥാനത്തില്ല. മനസ്സിലാക്കിക്കോ. നമ്മൾ ബൂത്ത് തല കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കി. ബൂത്ത് തല കമ്മിറ്റി. ആ ബൂത്ത് തല കമ്മിറ്റിക്ക് സൂപ്പർവൈസ് ചെയ്യാൻ സീനിയറായ 2-3 നേതാക്കന്മാർക്ക് ഉത്തരവാദിത്വം കൊടുത്തു. ഏത് സംസ്ഥാനത്താണുള്ളത്? അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ സിൻസിയറായി വർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വി ആർ സാറ്റിസ്ഫൈഡ്, സോ സാറ്റിസ്ഫൈഡ്. ഒരു ആൾ എന്ത് പറഞ്ഞാലും നമുക്കതൊരു പ്രശ്നമല്ല. സാഹചര്യങ്ങൾ വിശദീകരിച്ച് സ്ഥാനത്ത് നിൽക്കണമെന്നില്ല. ബാർഗൈൻ ചെയ്യാനൊന്നും ഞാനില്ല. ആരോടും ബാർഗൈൻ ചെയ്യാൻ ഞാനില്ല. കൂടുതൽ നേതാക്കൾ പിന്തുണയുമായി വരുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ആള് അല്ലെങ്കിലും പലരും സ്വകാര്യം പലരും ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം എനിക്കുണ്ട്. സ്വകാര്യം അവർ വിളിച്ച് പറയുന്നുണ്ട് എന്നുള്ള അത് സ്വാഭാവികമാണ്. മനുഷ്യത്തുള്ള ആളുകൾക്ക് ചെയ്യും. പിന്നിൽ നിന്ന് കുത്തുന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവാം. അതൊക്കെ രാഷ്ട്രീയമല്ലേ. അതിലൊക്കെ ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. ഇനി ഉണ്ടായാലും ഇല്ല, ഇല്ലെങ്കിലും എനിക്ക് പരാതിയില്ല ആരോടും. ആരൊക്കെയാണെന്ന് പറയാം. കുറെ ആളെയൊക്കെ എനിക്കറിയാം. സൈഫുനിസ അലിയാർ ചേരുന്നുണ്ട്. സൈഫുനിസ, ദാറ്റ്സ് എ ബിഗ് ബ്രേക്ക്. വെരി ഗുഡ് മോർണിംഗ് സൈഫുനിസ. പിന്നിൽ നിന്ന് കുത്തുന്നവരെയൊക്കെ തനിക്കറിയാം. എന്താണ് പാർട്ടി അധ്യക്ഷനായിട്ടിരുന്നപ്പോൾ ഇവിടെ താൻ നേരിട്ടത്? ഇക്കാര്യങ്ങളൊക്കെ നാളെ നടക്കുന്ന യോഗത്തിൽ പറയും എന്നാണ് പറയുന്നത്. നോബൽ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ കെ സുധാകരൻ മാറാനുള്ള സാധ്യത കൂടുമ്പോൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തിയ ശേഷമായിരിക്കും ആ പദവിയിൽ നിന്നൊഴിയുക. ഒരു ബാർഗെയിനിങ്ങിനില്ല എന്ന് കെ സുധാകരൻ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ കെ സുധാകരനും മനസ്സിലായിട്ടുണ്ട്. നാളെ അദ്ദേഹം ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ സൈഫുനിസ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറേണ്ടി വരുമെന്ന ബോധ്യത്തിലേക്ക് കെ സുധാകരൻ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമ്മളോട് നൽകിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അതിന് പിന്നിൽ ചില ആളുകളുണ്ട് എന്ന് ഒരു സൂചന കൂടി കെ സുധാകരൻ നൽകുന്നുണ്ട്. അതാണ്, പിന്നിൽ നിന്ന് ആരെങ്കിലും കുത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കുത്തുന്നുണ്ടാകാം, രാഷ്ട്രീയമല്ലേ, കുത്തുന്ന ആളുകളെയൊക്കെ തനിക്ക് അറിയാം, കുറേ പേരെയൊക്കെ തനിക്ക് അറിയാമെന്നും കെ സുധാകരൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത്രയും കാലം പ്രവർത്തിച്ചതിൽ, അതായത് കോൺഗ്രസ് പ്രവർത്തകരായി തുടങ്ങിയത് മുതൽ ഇത്രയും കാലം പ്രവർത്തിച്ചതിലെല്ലാം തന്നെ തനിക്ക് വലിയ രീതിയിൽ ചാരിതാർത്ഥ്യമുണ്ട്, ആത്മവിശ്വാസമുണ്ട്, സംതൃപ്തിയുണ്ട് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും വരുന്നത് വരെ കടിച്ചു തൂങ്ങാനില്ല, ഒരു രീതിയിലുള്ള വിലപേശലിലും താൻ പോകാനില്ല. പക്ഷേ വെള്ളിയാഴ്ച താൻ നടത്തിയ നേട്ടങ്ങളെല്ലാം തന്നെ, നേടിയ നേട്ടങ്ങളെല്ലാം തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കും. കാരണം മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായിട്ടുണ്ട്. ബൂത്ത് തല കമ്മിറ്റികളടക്കം രൂപീകരിച്ചു. ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് ഇതുപോലെ പ്രവർത്തിച്ചിട്ടില്ല. ആ രീതിയിലുള്ള പ്രവർത്തനം കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം തന്നെ ഒരു രത്ന ചുരുക്കം നേതൃത്വത്തെ അറിയിച്ച ശേഷമാകും താൻ ഡൽഹിയിൽ നിന്ന് മടങ്ങുക എന്ന് കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശശി തരൂരിൻ്റെ പിന്തുണ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ആശയവുമാകും എന്നാണ് പറഞ്ഞത്. പക്ഷേ കൂടുതൽ പേർ തനിക്ക് പിന്തുണയുമായി സ്വകാര്യമായി പിന്തുണ നൽകുന്നുണ്ട് എന്നാണ്. അതായത് പരസ്യമായി പലരും പറയുന്നില്ലെങ്കിൽ പോലും സ്വകാര്യമായി പറയുന്നുണ്ട് എന്ന് കെ സുധാകരൻ സമ്മതിക്കുന്നുണ്ട്. ഇനിയും തുടർന്ന് അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് സന്തോഷകരമായ കാര്യമാണ് എന്നാണ് കെ സുധാകരന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു രീതിയിലും ആ സ്ഥാനത്തിന് വേണ്ടി ഒരു രീതിയിലും ബാർഗെയിൻ ചെയ്യാനില്ല. പക്ഷേ കൃത്യമായ ചില കാര്യങ്ങൾ പറയാൻ കെ സുധാകരൻ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അരുൺകുമാർ, എന്തായാലും നമുക്ക് വളരെ മനോഹരമായ ഒരു ബൈറ്റാണ് രാവിലെ കിട്ടിയത് KPCC അധ്യക്ഷൻ്റെ. അദ്ദേഹം പറയുന്നു, സ്നേഹിച്ചവരൊക്കെ ഉണ്ടാവും, മനുഷ്യത്തുള്ളവരൊക്കെ കൂടെ നിൽക്കും, പിന്നിൽ നിന്ന് കുത്തുന്നവർ കുറച്ചുപേരെയൊക്കെ എനിക്കറിയാം എന്ന് കെ സുധാകരൻ പറയുന്നുണ്ട്. എന്നാലും കെ സുധാകരൻ അത് മാനസികമായി തീരുമാനത്തോട് പൊരുത്തപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റു പല നേതാക്കളും വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഒറ്റ കാര്യത്തിലാണ് അവർക്ക് പറയുന്നത്, കെ സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിന് ഒരു അൺസെറിമോണിയൽ എക്സിറ്റ് ഉണ്ടാവരുത്. അദ്ദേഹം അർഹിക്കുന്ന ഒരു
എക്സിറ്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. കെ സുധാകരൻ മറ്റു പാർട്ടിയിലേക്കൊന്നും പോകാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നില്ല. അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നെങ്കിലും ആ ആശങ്കയൊക്കെ ഒഴിയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാർച്ച് മാസം ആദ്യ വാരത്തോടു കൂടി പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കും. ഏകദേശം KPCC അധ്യക്ഷൻ നമുക്ക് നൽകിയ പ്രതികരണത്തിലും അദ്ദേഹം അത് വളരെ മെച്ചുറായി തന്നെ അദ്ദേഹം സ്വയം അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ വളരെ ഗൗരവത്തോടു കൂടി ആ കാര്യം ബോധ്യപ്പെടുത്തുമെന്നാണ് നമ്മൾക്കറിയാൻ കഴിയുന്നത്.